ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സാമ്പാറാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മളൊരു സാമ്പാർ ഇട്ടിട്ടുണ്ട്, മത്തങ്ങ സാമ്പാറൊക്കെ പറഞ്ഞിട്ട് ഈസി ആയിട്ട് ചെയ്യാവുന്ന മെത്തേഡ്. ഇത് നമ്മുടെ സദ്യ സാമ്പാർ എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മല്ലിയും മുളകൊക്കെ വറുത്തിട്ടുള്ള സാമ്പാർ നമുക്ക് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം. നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ സാമ്പാറിലേക്ക് ഞാൻ ഇവിടെ ഇതുപോലുള്ള ഒരു ബൗള് പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പരിപ്പും അതുപോലെ തന്നെ 5 തക്കാളിയും എടുത്തിട്ടുണ്ട്. അത് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, നമ്മൾ ട്രഡീഷണൽ സാമ്പാറാണല്ലോ വെക്കുന്നത്, അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ മൺകലത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതും വെച്ചിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് സാമ്പാറിലേക്കുള്ളത് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് സാമ്പാറിലേക്കുള്ള മസാലകളൊക്കെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ കുറച്ച് വറ്റൽമുളക്. ഇപ്പോൾ ഇത് ഏകദേശം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ്, ഒരു 5 ചുവന്നുള്ളി, ഒരു കഷ്ണം കായം. കായം എന്ന് പറയുന്നത് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കാരണം കേട്ടോ. അപ്പോൾ നമുക്ക് കായത്തിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയൊക്കെ ചെയ്തോളൂ. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയാണ്. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ സാമ്പാറാണ് വയ്ക്കുന്നത്, അതായത് പണ്ടത്തെ നമ്മൾ മല്ലിയും മുളകും വറുത്തിട്ടുള്ള സാമ്പാർ. അപ്പോൾ മല്ലി എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു കയ്യിൻ്റെ അളവാണ് ഞാൻ എടുക്കുക, ഒരു കൈ അളവ്, അങ്ങനെയാണ് എൻ്റെ ഒരളവ്. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ മല്ലി ഉണ്ടായിരിക്കും. ഇനി നമുക്കിത് എങ്ങനെ വറുക്കണേന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കുമ്പോൾ നല്ല കനമുള്ള ചട്ടി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ അലുമിനിയത്തിൻ്റെയൊക്കെ ചെറിയ കനം കുറഞ്ഞ ചട്ടിയൊക്കെയാണ് വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ നാളികേരം ഇങ്ങനെ കരിഞ്ഞു പോകും, അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ അത് കാരണം തന്നെ നല്ല അടിക്കട്ടിയുള്ള ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ തവിടെണ്ണയാണ് ഉപയോഗിക്കാറ്. പക്ഷേ ആ തവിടെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവസാനമായി വരുമ്പോൾ നാളികേരത്തിൽ നിന്നുള്ള എണ്ണ വരുമ്പോൾ അത് പതഞ്ഞു വരും. അപ്പോൾ അത് കാരണം സാമ്പാറിനൊക്കെ വറുക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നന്നായിരിക്കുക. ഇനി ഈ വെളിച്ചെണ്ണ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കായം ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കായം ആണ് ഇട്ടെടുക്കുക. നമ്മുടെ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കായം ഇട്ട് കൊടുക്കാം. അപ്പോൾ കായം നന്നായി വറുത്ത് വരണം, അപ്പോഴാണ് നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടുക. അപ്പോൾ കായത്തിൻ്റെ മണം അധികം താല്പര്യമില്ലാത്തവർക്ക് ഇത് വറുത്തതിന് ശേഷം നമ്മൾ പരിപ്പ് വേവിക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്താൽ വലിയ കുഴപ്പമുണ്ടായിരിക്കില്ല. ഞാനിത് മൊത്തത്തിൽ അരച്ചെടുക്കാറാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നന്നായി ഒന്നും കൂടി കളർ ചേഞ്ചായി വരണം. അപ്പോൾ നമ്മുടെ കായം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മല്ലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഫ്ലെയിം ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ മല്ലിക്ക് ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും നന്നായി ഒന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫുൾ എരിവ് ഇതല്ല, ഇത് പോരാ. നമ്മൾ ഫുള്ളും ഈ വറ്റൽമുളകാണ് ഉപയോഗിക്കുന്നത് വെച്ചെങ്കിൽ ഇതിൻ്റെ ഇരട്ടി തന്നെ എടുക്കണം. നമ്മൾ കഷ്ണം വേവിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ വറുത്ത് അവസാനം അത് ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കില്ല. അപ്പോൾ ഒരു ചെറിയ നമുക്ക് മുളകിൻ്റെ ഒരു ഇത് ഫീൽ ചെയ്യും. അപ്പോൾ അത് കാരണം എന്താണ്, ആദ്യമൊക്കെ എല്ലാവരും ഈ വറ്റൽമുളക് വറുത്തിട്ട് തന്നെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാനിത് പകുതി എടുത്തു എന്ന് മാത്രം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറി വേവിക്കുന്നതിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ എരിവ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇത് അത്യാവശ്യത്തിന് സാമ്പാർ ഉണ്ടായിരിക്കും കേട്ടോ, അല്ലാണ്ട് ചെറിയൊരു ഫാമിലിയുടെ സാമ്പാറൊന്നുമല്ല. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറക്കാൻ. പെട്ടെന്ന് തന്നെ കരിഞ്ഞ, അല്ലാണ്ട് അങ്ങനെ നല്ല സ്പീഡിലൊന്നും ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ സാമ്പാറിന് അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ അത് കാരണം തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കുക. അപ്പോൾ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ നമ്മൾ മീഡിയം എന്നുള്ളത് ഒന്ന് സിം ചെയ്തിടുക, എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നമ്മൾ പറഞ്ഞല്ലോ നല്ല അടി കട്ടിയുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ സ്റ്റേജൊക്കെ ആകുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു കളറ് അതിൻ്റെ ഒരു പാകം വരുള്ളൂ. അപ്പോൾ നല്ല കളറ് ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്തു. ബാക്കിയൊക്കെ ആ ചട്ടിയിലെ ചൂടിൽ തന്നെ ഇരുന്ന് ആയിക്കോളും.
നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരും. കണ്ടില്ലേ, കറക്റ്റ് പാകം ഇതാണ്. ഇതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ സാമ്പാർ നമ്മൾ ട്രഡീഷണൽ സാമ്പാർ, സദ്യ സാമ്പാർ എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പച്ചക്കറികൾ എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ ഞാൻ തക്കാളി, അതുപോലെ തന്നെ വെണ്ടക്കായ, മുരിങ്ങക്കായ, ഈ ഐറ്റംസ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇത്രയും ഇതായ കാരണം തന്നെ വെണ്ടക്കായ നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-250 ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഒരു 150 മുരിങ്ങക്കായ ഉണ്ടായിരിക്കും. ഇത് മാത്രമേ നമ്മൾ അതിനകത്ത് ഇടുന്നുള്ളൂ. അപ്പോൾ ഈ വെണ്ടക്കായ എന്ന് പറഞ്ഞാൽ ഒന്ന് വറുത്തെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നാളികേരം വറുത്ത ആ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. നമ്മുടെ തക്കാളിയും പരിപ്പും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ മുളക് പൊടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതിപ്പോൾ അതിൻ്റെ ഒരു അളവ് ഞാൻ പറയുന്നില്ല, ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് തന്നെ സാമ്പാർ തുടങ്ങുമ്പോൾ തന്നെ ഒരു നെല്ലിക്ക, വലിയൊരു നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി, ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞ അളവിനനുസരിച്ചിട്ട് കേട്ടോ, ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി നമ്മൾ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്തിടുക. അതിന് ശേഷം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളമാണിത്. നമുക്ക് മുരിങ്ങക്കായ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് മസാലയൊക്കെ നന്നായി അരച്ചിട്ടുണ്ട്. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പൊടിച്ചെടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. അപ്പോൾ നന്നായി ഫൈനായിട്ട് അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമ്മുടെ മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുളി ഒഴിച്ചതിന് ശേഷം നമുക്ക് വെണ്ടക്കായ ഇട്ടാൽ മതി. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചതാണ്, അപ്പോൾ അത് കാരണം കുഴപ്പമൊന്നും ഉണ്ടായില്ല. എന്നാലും ഇപ്പോൾ വറുക്കുമ്പോൾ തന്നെ അതിൽ അത്യാവശ്യം വേവൊക്കെ ആയി വന്നിട്ടുണ്ട്, ഒരു വിധം വെന്തിട്ടൊക്കെ ഉണ്ടായിരിക്കും. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെണ്ടക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായി അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മൾ വെണ്ടക്കായ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ആവശ്യം വരുമ്പോൾ ഡയറക്റ്റ് തന്നെ വേറെ വെള്ളമൊന്നും അതിനകത്ത് ചേർത്ത് കൊടുക്കരുത്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് വെള്ളം കൂടിയും പിന്നീട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാകത്തിന് വേണം ഇരിക്കാൻ. അപ്പോൾ ഇനി നമ്മൾ നാളികേരം അരച്ചത് അതിനകത്ത് ചേർത്ത് കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരും. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പുളിവെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് മസാലയുടെ പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് ഇത്ര ഒരു പാകത്തിന്, കാരണം ഒരുപാട് കുറുകാനും പാടില്ല, ഒരുപാട് ലൂസാവാനും പാടില്ല. അതാണ് സാമ്പാറിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇനി ഈ മസാലയൊക്കെ ഒന്ന് തിളച്ചൊന്ന് വരട്ടെ. അപ്പോൾ നമുക്ക് തീ ഓഫ്. നമുക്കൊരു 2 മിനിറ്റ് നേരം അടച്ചു വെച്ചൊന്ന് വേവിച്ചിട്ട്. അപ്പോൾ നമ്മൾ മസാല ചേർത്തതിന് ശേഷം ഇതുപോലെ തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം നമ്മൾ മസാല ഇട്ടതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയിലായ കാരണം അതിൽ നല്ല ചൂടുണ്ടായിരിക്കും. അപ്പോൾ മൺചട്ടിയിൽ തന്നെ കിടന്ന് കുറച്ച് നേരം അത് തിളയ്ക്കും. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ തീ ഓഫ് ചെയ്തിടുക. ഇനി നമുക്ക് ഇതിലേക്കുള്ള കടുക് വറുത്തിടാം. നമ്മൾ കടുക് വറുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കടുക്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് നമുക്ക് ആവശ്യം. നമ്മളതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. നമ്മളെ അടിപൊളി സാമ്പാർ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ സാമ്പാർ, ഞങ്ങളുടെ സാമ്പാർ ഇങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെന്നുവെച്ചെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്